നമുക്ക് കത്ത് ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ് കത്ത് വന്നിരിക്കുന്നത്. സുമാദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താണ് സുമാദേവി പറഞ്ഞിരിക്കുന്നത്, മകൾക്ക് വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 മാസമായി. തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളാണ്. ഭർത്താവിൽ നിന്ന് യാതൊരുവിധ സ്നേഹവും സഹകരണവും മകൾക്ക് ലഭിക്കുന്നില്ല. ഭർത്തൃമാതാവും പ്രശ്നക്കാരിയാണ്. മകളെ നിസാര കാര്യങ്ങൾക്ക് ഉപദ്രവിക്കും. അങ്ങനെ എങ്ങനെ ഇനി ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നറിയില്ല. അങ്ങയുടെ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപൂർവമായി കാണുന്ന ഒരു ദശ ആണ്. അതിൽ വിവാഹകാരകൻ, ദാമ്പത്യകാരകൻ, സമ്മോഹനകാരകൻ, സൗഭാഗ്യകാരകൻ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കൂടെ അമാവാസി ചന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ അമാവാസി, അതായത് കറുത്തവാവ് ദിവസങ്ങളിലുള്ള ജനനം ശുക്രൻ്റെ കൂടെ ഈ ചന്ദ്രനും കൂടെ നിൽക്കുന്നു. അപ്രകാരം നല്ലൊരു കുടുംബജീവിതം വരേണ്ട ഒരു തരുണീമണി, അതിൻ്റെ കൂടെ അശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെയുണ്ട്, പ്രത്യേകിച്ച് ഗുളിക ദൃഷ്ടിയും കൂടെയുണ്ട്. ഇങ്ങനെ അപൂർവമാണ് വരുന്നത്. ഇങ്ങനെ ഗ്രഹനില കാണുന്ന നാരിമാർക്ക് തന്നോട് കാന്തനാൽ കാമചിന്ത നിറഞ്ഞവനപ്പുമാൻ, പൂവമ്പൻ്റെ നിശിതാസ്ത്രങ്ങളേറ്റവ കമ്പമ്പോ ഇവൻ്റെ വിക്രിയ കണ്ടാൽ ലോകമന്നേ ദഹിച്ചു പോവും. വയ്യക്കൂട്ടർക്ക് ചിത്തം ഭരിക്കുവാൻ നാരികളെന്തും പാതിവ്രത്യച്ചട്ടങ്ങൾ പുരുഷനവൻ വെട്ടിപ്പൊളിച്ചിടും. പതിവ്രതയും നാരികളുമായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഗ്രഹനില വരികയാണെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള കല്യാണ യോഗവും, അവന് കൂടുതലായ വീക്ക്നെസ്, സ്ത്രീ സഹജമായ വീക്ക്നെസ്സുകൾ ഉണ്ടാകുക, വെറും ഒരു മാംസപിണ്ഡമായിട്ട് കാണുക, ഒരു വരുമാന ഉറവിടമായിട്ട് മാത്രം ഭാര്യയെ കാണുക, അതിന് ഓശാന പാടുന്ന അമ്മയും ഉണ്ടാകുക, അതിനെ വാഴ്ത്തുന്ന ആലവട്ടോ മെഞ്ചാമരയായിട്ട് കുടുംബജനങ്ങളുണ്ടാകുക, എവിടുന്നെങ്കിലും പണം ഉണ്ടാക്കിക്കൊണ്ട് വരിക, വെറും ഒരു ഭോജന വസ്തുവായിട്ട് മാത്രം ഭാര്യയെ കാണുക. കാമചന്ത നിറഞ്ഞവനപ്പുമാൻ, അവനെപ്പോഴും ദുശീലങ്ങൾ ആയിരിക്കും. ഇങ്ങനെയുള്ളവൻ്റെ പരിസരത്ത് പോലും മറ്റു സ്ത്രീകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം അതിൻ്റെ പരാതികളായിരിക്കും ഒട്ടുമുക്കാലും വരുന്നത്. അടിപെണ്ണെ, നിൻ്റെ കെട്ടിയവനെ മര്യാദയ്ക്ക് അവിടെ നോക്കിക്കോണം, നിനക്ക് പറ്റുന്നില്ല പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടോണം, ഞങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ അടിക്കും. എന്നാലും 1-2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇത് തന്നെ ശരണം. ഇങ്ങനെ ഗ്രഹനില കാണുന്ന നാരിമാർക്ക് അവരുടെ ഭർത്താക്കുന്ന കാന്തന്മാരാൽ കാമചിന്ത നിറഞ്ഞവനപ്പുമാൻ, പൂവമ്പൻ്റെ നിശിതാസ്ത്രങ്ങളേറ്റവ കമ്പമ്പോ ഇവൻ്റെ വിക്രിയ കണ്ടാൽ, അതായത് അതിന് വാഴ്ത്തുന്നത് ബുദ്ധിമുട്ടാണെന്നാണ്. അത് ഇവരുടെ മുഖത്തിന്, കണ്ണുകൾക്കും ഒക്കെ എന്തോ ഒരു വശീകരണ ശക്തികളും കൂടി ഉണ്ടാവും. അങ്ങനെ ഉള്ളവരുടെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കുന്നവർക്ക് എപ്പോഴും ഒരു സ്വൈരം സമാധാനമായിട്ട് ഇത്തരം ഭർത്താക്കന്മാരുടെ കൂടെ യാത്ര ചെയ്യാനോ ഇട്ടേച്ചു പോകാനോ കൊത്തിക്കൊണ്ട് പറക്കാനോ വയ്യാതെ വരും. അത് പരിസരത്തിലുള്ള, അതായത് ഇംഗ്ലീഷ് പടം ഇടുന്ന പോലെയാണ്, പരിസരത്തിലുള്ള സ്ത്രീകൾക്ക് ഇവനെ കൊണ്ട് വലിയ ശല്യമായിരിക്കും. എവിടെയെങ്കിലും മാറ്റി താമസിച്ചാൽ അവിടെയും ശല്യമായിരിക്കും. അതല്ല, സ്വച്ഛമായിട്ട് വേറെയെങ്കിലും ആളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിക്കാമെന്ന് വെച്ചാൽ ഈ അമ്മായിയമ്മയും ഭർത്താവും കൂടെ സ്വൈരവും കൊടുക്കത്തില്ല. ഇടിയും അടിയും പഴക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴും 24 hours ഈ ഒരു ചിന്തയേ ഉള്ളൂ. കാമചിന്ത നിറഞ്ഞവനപ്പുമാൻ, അത് മാത്രം. അങ്ങനെ അപൂർവമായിട്ടുള്ളതാണ് കറുത്തവാവുന്നാളെന്നുള്ള ഇതും ശുക്രൻ ആ ചന്ദ്രനും കറുത്തവാവ് ചന്ദ്രനും കൂടെ നിൽക്കുകയും ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്തരക്കാരുണ്ട്. ഇത് സ്ത്രീകൾക്ക് ആണെങ്കിൽ, പുരുഷന്മാർക്കാണെങ്കിൽ ഇതുപോലെ തന്നെ മറിച്ച് ഭാര്യയെ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കൂടുതലും കംപ്ലൈൻ്റായിട്ട് വരുന്നില്ല, പുറത്തറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത്തരവും ഉണ്ട് ധാരാളം. ഇങ്ങനെ ഗ്രഹനില ഉള്ളവർക്ക് കഴിവതും ഈ ബന്ധങ്ങൾ ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഥവാ കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ ഇവരെ സാവധാന ഭേദങ്ങളിലൊന്നും കിട്ടത്തില്ല. 10 ദിവസമൊക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ നിൽക്കും. 11-ാം പക്കം പിന്നെയും എവിടെ കൊണ്ട് നിർത്തുന്നോ അവിടെയും കംപ്ലൈൻ്റ് ആയിരിക്കും, ജോലി സ്ഥലത്ത് കംപ്ലൈൻ്റ് ആയിരിക്കും.
കഴിവതും ബന്ധങ്ങൾ മാറ്റി വേറെ വിവാഹ ജീവിതത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കഴിവതും ഇവർക്ക് സുമംഗലി, ഐകമത്യം, സംവാദം മുതലായതൊക്കെ ചെയ്ത് ഇയാളുടെ ഈ ദുർമനസ്സ് കഴിവതും നോർമലല്ല, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഈ അമിതമായ ഈ സ്ത്രീ സഹജമായ ആസക്തി കുറയ്ക്കാനുള്ള ഏതെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. ഇനി പാരമ്പര്യപരമായിട്ട് ഇവരുടെ അമ്മ വഴിയോ അച്ഛൻ വഴിയോ ഇങ്ങനെയുള്ള രക്തഗ്രൂപ്പ് ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങളോടെ പറഞ്ഞ് ശാസിപ്പിക്കുകയും ഒക്കെ താക്കീത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ സാമം, ദാനം, ഭേദം, ദണ്ണം ഈ 4 മുറകളും ഈശ്വര പ്രാർത്ഥനയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയെങ്കിലേ ഒരു 60 വയസ്സ് വരെ ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. കൗൺസിലിങ് ഏറ്റവും നല്ലതാണ്. ചില മരുന്നുകളോ വല്ലതും ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ ഐകമത്യ സംവാദം മുതലായിട്ടുള്ള കർമാനുഷ്ഠാനങ്ങളും ചെയ്യുക. കൂടിയേ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അടുത്ത മാർഗത്തിലേക്ക് തിരിയുക. ഇതാണ് സാധാരണ. തല്ലിയാലും വഴക്ക് പറഞ്ഞാലും അറസ്റ്റ് ചെയ്താലും ഒന്നും ഇത്തരം സ്വഭാവങ്ങൾ മാറാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രമാണം തന്നെ പറയുന്നത്. എവിടെ കിടന്നോ അവിടെയും ഇത് ഈ സ്വഭാവം തന്നെ കാണിക്കും. ജയിലിൽ കൊണ്ടിട്ടാലും അവിടെ ഇത് തന്നെയായിരിക്കും കംപ്ലയിൻറ്റ്. ആശുപത്രി കൊണ്ടിട്ടാലും അവിടെ ഇത് തന്നെയായിരിക്കും കംപ്ലയിൻറ്റ്. ഏതെങ്കിലും തരത്തിൽ ആളുകൾ താക്കീത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരോട് ഇത് തന്നെയായിരിക്കും പ്രതികരണം. ചുരുക്കത്തിൽ പരിസരത്തിൽ നിന്ന് ആദ്യമൊന്നും ജീവിച്ചു പോകാൻ വലിയ പാടായിരിക്കും. ഡൈവേഴ്സോ അല്ലെങ്കിൽ കൗൺസിലിങ്, മറ്റുള്ള പ്രതിവിധികൾ, ഐകമത്യം മുതലായതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും.